മെയ് 1 തൊഴിലാളി മധ്യസ്ഥനായ വിശുദ്ധ യൗസേ പിതാവ്. തൊഴിലാളികളായ എല്ലാവർക്കും, എല്ലാ ജോസഫ് നാമധാരികൾക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അധ്വാനം മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ളതാണ്. ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്ത് കാലായാപനം ചെയ്യണം, നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷിക്കണം എന്നതൊക്കെയാണ് ദൈവകൽപ്പന. ഉൽപ്പത്തി 3:17. അധ്വാനത്തിൻ്റെ മഹത്വം ഏറ്റുപറഞ്ഞുകൊണ്ട് വിശുദ്ധ പൗലോസ്ലീഹ തന്നെക്കുറിച്ച് തന്നെ പറയുന്നത്, എൻ്റെയും എന്നോട് കൂടി ഉണ്ടായിരുന്നവരുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ എൻ്റെ ഈ കൈകൾ തന്നെയാണ് അധ്വാനിച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് മാതൃക. അപ്പസ്തോല പ്രവർത്തനം 20:34. ദൈവത്തിൻ്റെ വളർത്തുപിതാവായിരുന്നുവെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിച്ചവനായിരുന്നു വിശുദ്ധ യൗസേ പിതാവ്. യേശുവിനെ തച്ചൻ്റെ മകനായിട്ടാണ് സുവിശേഷം പരിചയപ്പെടുത്തുന്നത്. മറിയത്തെയും കുഞ്ഞിനെയും പരിരക്ഷിക്കുന്നതിനിടയിൽ പലപ്പോഴും ഫലപ്രദമായ തൊഴിൽ ചെയ്യുവാൻ യൗസേ പിതാവിന് കഴിയാതെ പോയിട്ടുണ്ട്. എങ്കിലും പരിപൂർണ ഉത്തരവാദിത്തം അവൻ ജോലിയിൽ പ്രദർശിപ്പിച്ചിരുന്നു. അവൻ്റെ ജീവിതകാലത്തിന് ശേഷം യേശുവിൻ്റെ പരസ്യജീവിതം വരെ കുടുംബം പുലർത്തുവാൻ യേശുവും തച്ചൻ ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മകനെയും തൊഴിലിൻ്റെ മഹാത്മ്യം പഠിപ്പിച്ചു കൊടുത്ത യൗസേ പിതാവ് ഓരോ പിതാക്കന്മാർക്കും മാതൃകയാണ്. യേശുവിനോട് രക്തബന്ധം ഇല്ലായിരുന്നുവെങ്കിലും യേശുവിൻ്റെ മേലുള്ള പരിപൂർണ ഉത്തരവാദിത്തം അവൻ ഏറ്റെടുത്തിരുന്നു. കാരണം നിയമപ്രകാരം മറിയം അവൻ്റെ ഭാര്യയായിരുന്നു, ഒപ്പം യേശുവിൻ്റെ അമ്മയുമായിരുന്നു. ഭാര്യയ്ക്കുള്ള സകലത്തിലും ഭർത്താവിനും, ഭർത്താവിനുള്ള സകലത്തിലും ഭാര്യയ്ക്കും അധികാരമുണ്ടാകുമ്പോഴാണ് അത് കുടുംബമാവുക. അതിനാൽ മറിയത്തിന് യേശുവിൻ്റെ മേൽ അധികാരമുള്ളതുപോലെ അവനും പരിപൂർണ അധികാരമുണ്ടായിരുന്നു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു എന്ന് മാത്രമാണ് അവനെക്കുറിച്ച് നാം വായിക്കുന്നതെങ്കിലും മറിയത്തിലൂടെ പറയുന്ന മറ്റൊരു സത്യം കൂടെ സുവിശേഷം വെളിപ്പെടുത്തുന്നുണ്ട്. ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഏറ്റവും ബഹുമാനവും അംഗീകാരവും മറിയം യൗസേപ്പിന് നൽകിയിരുന്നു. യേശുവിനെ ദേവാലയത്തിൽ കാണാതെ പോയപ്പോൾ മറിയം പറയുന്നത്, നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ എന്നാണ്. ലൂക്ക 2:48. തനിക്കുള്ളതുപോലെ തന്നെ അവനുമേലുള്ള പിതാവിൻ്റെ തുല്യാവകാശം മറിയം ഏറ്റുപറയുകയാണ് ഇവിടെ. കുടുംബജീവിതത്തിലെ ഏറ്റവും വലിയ ശാപമായ സംശയരോഗമാണ് ഇന്ന് പല കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണമാകുന്നത്. നീ നിന്നെ വിശ്വസിക്കുന്നുവെങ്കിൽ അവരെയും വിശ്വസിക്കില്ല. തന്നെ മാനസിക വികലതയാണ് സംശയരോഗത്തിൻ്റെ അടിസ്ഥാന കാരണം. നല്ല ഉറപ്പും പക്വതയുമുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമകൾക്കാണ് മറ്റുള്ളവരെ വിശ്വാസത്തിലെടുക്കുവാൻ കഴിയുക. അതിൻ്റെ സർവ്വഗുണങ്ങളും തിരുക്കുടുംബത്തിലുണ്ടായിരുന്നു. കടലോള സ്നേഹം ഹൃദയത്തിൽ ഒളിപ്പിച്ചു വെച്ച് തിരുക്കുടുംബത്തെ പോറ്റിയ യൗസേപ്പിൻ്റെ അനുഭവം ഇന്നും കുടുംബത്തലവന്മാരുടെ വേദന തന്നെയാണ്. കുടുംബത്തിന് വേണ്ടിയുള്ള പിതാക്കന്മാരുടെ കഷ്ടപ്പാടുകൾ പലപ്പോഴും പുറത്തറിയപ്പെടുകയില്ല. അന്നന്നത്തെ അപ്പത്തിന് വേണ്ടിയുള്ള അവരുടെ നെട്ടോട്ടത്തിനിടയിൽ കുടുംബത്തിൽ നിന്ന് പോലും അംഗീകാര നിഷേധവും അകൽച്ചയുമായിരിക്കും അവർക്ക് സ്വന്തമായിരിക്കുക. യൗസേപ്പ് ഒരിക്കലും അംഗീകാരത്തിനും പേരിനും പ്രശസ്തിക്കും വേണ്ടി ഓടി നടക്കുന്നതായി നാം കാണുന്നില്ല. ഏറ്റവും നിശബ്ദമായി ഉത്തരവാദിത്തങ്ങൾ ചെയ്തവൻ സുവിശേഷകന്മാരും അവനെ മറന്നുപോയി. പക്ഷേ ദൈവത്തോട് വിധേയപ്പെട്ട് ജീവിക്കുക, ദൈവിക കാര്യങ്ങളിൽ മാത്രം മനസ്സുമുഴുകി ജീവിക്കുക എന്നത് മാത്രമായിരുന്നു യൗസേപ്പിൻ്റെ പ്രകൃതം. ഉറക്കത്തിലെ സ്വപ്നങ്ങൾ പോലും ദൈവേഷ്ടമായിട്ടാണ്